പരാജയപ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാണ്. ശാപം അനുഭവിക്കുന്ന നീയാ, പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന യേശു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമുക്ക് ആരംഭത്തിൽ വായിക്കാം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ആത്മസ്വഭാവമുള്ളവരത്രേ. അടുത്തത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിലോ, അതോ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ആത്മസ്വഭാവമുള്ളവരായി മാറാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടോ? അറിവില്ലല്ലോ. എല്ലാവരുടെയും ആഗ്രഹം, ബ്രദറെ എനിക്കൊരു തികഞ്ഞ ആത്മീയനാകണം. അടുത്തിരിക്കുന്നവരോടൊന്ന് ചോദിച്ചേ, ആത്മീയനാകാൻ ആഗ്രഹം ഉണ്ടോന്ന്? ഉണ്ടോ? 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 എന്നാ പറഞ്ഞേ? അയ്യോ, ആത്മീയനാകാൻ ആർക്കും ആഗ്രഹമില്ലാത്ത എല്ലാവരുടെയും ചിരകാല അഭിലാഷമാണ്, എന്റെ ബ്രദർ എനിക്കൊരു തികഞ്ഞ ആത്മീയനാകണം. ഹല്ലേലൂയ. എനിക്കൊരു ആത്മീയനാകണം ബ്രദറെ. ഞാൻ ആത്മീയനാകാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊരു തികഞ്ഞ ആത്മീയനാകണം. ആത്മീയനാകാൻ ആഗ്രഹമില്ലാത്ത ഒരാൾ പോലുമില്ല. പക്ഷെ ആത്മീയരാകാൻ പലപ്പോഴും നമ്മുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണം നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഈ മേഖലയിൽ പല സന്ദർഭങ്ങളിലും പലരും പരാജയപ്പെടുകയാണ്. ഹൗ ക്യാൻ ഐ ബി മോർ സ്പിരിച്വൽ? എനിക്ക് എങ്ങനെ കൂടുതൽ ആത്മീയനാകാൻ കഴിയും? ഈ മേഖലയിൽ എല്ലാവരും ചിന്തിച്ചുകൊണ്ടും ഈ മേഖല എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടും ഒരുങ്ങിക്കൊണ്ടും ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച് കർത്താവ് നമുക്ക് വചനത്തിന്റെ വെളിപ്പെടുത്തൽ തരുന്നത്. എങ്ങനെ ഒരാൾക്ക് ആത്മീയനാകാം? ഒന്ന് പറഞ്ഞ്, എങ്ങനെ ഒരാൾക്ക് ആത്മീയനാകാം? ഹല്ലേലൂയ. ആത്മീയനാകണമെങ്കിൽ ഇവിടെ റോമാലേഖനം 8-ാം അധ്യായത്തിലെ കുറെ വാക്യങ്ങൾ ഞാനങ്ങ് വായിക്കാം. 6-ാം വാക്യം മുതലാണ് ഈ ചിന്തയുടെ ആഴം മനസ്സിലാകുന്നത്. ജഡത്തിന്റെ ചിന്ത മരണം. വായിച്ചോ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാകുന്നു. അടുത്തത്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. ഇവിടെ 2 തരത്തിലുള്ള ചിന്തകളുണ്ട് എന്ന് പൗലോസ് വിവക്ഷിക്കുകയാണ്. ഒന്ന് ആത്മാവിന്റെ ചിന്ത, 2 ജഡത്തിന്റെ ചിന്ത. ജഡത്തിന്റെ ചിന്തയെക്കുറിച്ച് ആദ്യം പറയുന്നത്. ജഡത്തിന്റെ ചിന്ത മരണം. 6-ാം വാക്യം നോക്കി, ജഡത്തിന്റെ ചിന്ത മരണം. ഓക്കെ, 5-ാം വാക്യം നോക്കി, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പൊ ജഡസ്വഭാവമുള്ളവരുടെ ചിന്ത ജഡത്തിന്റെ ചിന്തയാണ്. എന്നിട്ട് പറയുക, ആ ജഡത്തിന്റെ ചിന്ത ഒരു വ്യക്തിയെ മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. 6-ാം വാക്യം, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവന് സമാധാനവും. 7-ാം വാക്യം, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക്, ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല.
ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ജഡത്തിന്റെ ചിന്തയെക്കുറിച്ചാണ്. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം, എനിമിറ്റി വിത്ത് ഗാഡ്, ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡത്തിന്റെ ചിന്തയുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് ജഡത്തിന്റെ ചിന്ത കീഴ്പ്പെടുന്നില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് പറയുക, നിങ്ങളുടെ ചിന്ത മാറ്റിയാൽ നിങ്ങളെ ആത്മീയരാകാൻ പറ്റും. ആത്മീയരാക്കണമെങ്കിൽ, ആത്മീയനാകാൻ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവന്റെ ചിന്ത ആത്മീകമായ മതി, അവൻ താനേ ആത്മീയനാകും. ചിന്ത ആത്മീകമായാൽ ചിന്തിക്കുന്ന വ്യക്തി ആത്മീയനായി മാറും. ഹല്ലേലൂയ. കാരണം ചിന്തയ്ക്കനുസരിച്ചാണ് എന്റെ നീക്കങ്ങളെല്ലാം നടക്കുന്നേ. അങ്ങോട്ട് വരണം എന്ന് ചിന്തിച്ചപ്പോഴാ അങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് പോണം എന്ന് ചിന്തിച്ചപ്പോഴാ ഇങ്ങോട്ട് പോയേ, നോക്കണം എന്ന് ചിന്തിച്ചപ്പോഴാ നോക്കിയേ, കാണണം എന്ന് ചിന്തിച്ചപ്പോഴാ കണ്ടേ, പറയണം എന്ന് ചിന്തിച്ചപ്പോഴാ പറഞ്ഞേ. എല്ലാം എനിക്ക് സാധ്യമാകുന്നത് ഒരർത്ഥത്തിൽ എന്നെ നിയന്ത്രിക്കുന്നത് മുഴുവൻ എന്റെ ചിന്തയാണ്. ഇവിടെ ജഡീക മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ചിന്തയാണെങ്കിൽ ആത്മീക മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ചിന്തയാണ്. ജഡീക മനുഷ്യനെ ജഡത്തിന്റെ ചിന്തയാൽ ജഡം ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയ മനുഷ്യനെ ആത്മാവിനുള്ളത് എപ്പോഴും ആത്മാവ് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ, ചിന്ത മാറിയാ നിങ്ങൾ മാറും. ചിന്ത മാറിയാ നിങ്ങൾ മാറും. മാറേണ്ടത് ചിന്തയാ. ഇന്ന് കർത്താവ് മാറ്റാൻ പോകുന്ന ചിന്തയാ. യേശുവിനെ സ്വീകരിച്ചപ്പോൾ മാറിയത് ചിന്തയാ. ജഡത്തിന്റെ ചിന്ത, ആത്മാവിന്റെ ചിന്ത. ചിന്ത മാറിയാൽ ഞാൻ മാറും. അപ്പൊ എന്നെ മാറ്റണമെങ്കിൽ എന്റെ ചിന്തയെ മാറ്റണം. കർത്താവിന് മനസ്സിലായി, എന്നെ മാറ്റണമെങ്കിൽ എന്റെ ചിന്തയെ മാറ്റണം. കാരണം കൈ അറുത്ത് മാറ്റിയിട്ട് കാര്യമില്ല. കൈ ചലിക്കുന്നതേ ഉള്ളൂ, കൈയെ ചലിപ്പിക്കുന്നത് ചിന്തയാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നറിയാം? കർത്താവ് എന്റെ കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കൃപ തരണമെന്നാ. കർത്താവ് എന്റെ കയ്യെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കൃപ തരണമെന്നാ. കർത്താവ് എന്റെ കയ്യേയും കാലിനെയും കണ്ണിനെയും കൺട്രോൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കണ്ണിനെയും കാലിനെയും കയ്യേയും എല്ലാം നിയന്ത്രിക്കുന്ന ആരാന്നറിയോ? നിങ്ങളുടെ ചിന്തയാ. ചിന്ത കൺട്രോൾ ആയാൽ കൈ കൺട്രോളിലാവും. ചിന്ത കൺട്രോളിലായാൽ കണ്ണ് കൺട്രോളിലാവും. ചിന്തയെ 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 എന്ന് കർത്താവ് പിടിക്കാൻ പോവാ. ഒന്ന് വിശ്വസിച്ചോ, ഒന്ന് വിശ്വസിച്ചോ. കരമടിച്ചോ, യേശുവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ മുഴുവൻ ശരീരത്തിന്റെയും നിയന്ത്രണം നിങ്ങളുടെ ചിന്തയിലാണ്. ചിന്തിച്ചു, ചെയ്തു. ചിന്തിച്ചില്ല, ചെയ്തില്ല. എന്നാ ചെയ്യാഞ്ഞേ? എനിക്ക് മനസ്സില്ല ചെയ്യാൻ. മനസ്സില്ല. എന്താ പറഞ്ഞു എന്റെ അർത്ഥം? എന്റെ മനസ്സിൽ ആ ചിന്ത വന്നില്ല. അത് ചെയ്യണമെന്ന ചിന്ത എന്റെ മനസ്സിൽ വന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അത് ചെയ്യണമെന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വന്ന് ഞാൻ ചെയ്തു. സോ എന്നെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ചിന്തയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ പേര് മനനം ചെയ്യുന്നവൻ മനുഷ്യൻ. മനനം ഒന്ന് പറഞ്ഞു നോക്കിയ, മനനം. മനനം ചെയ്യുന്നവൻ മനുഷ്യൻ. മനുഷ്യന് മാത്രമുള്ള ഒരു ദൈവിക ദാനമാ ചിന്ത. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കൂട്ടിക്കിടക്കുന്ന നായി, അല്ലെങ്കിൽ നിങ്ങൾ പൊല്ലു കൊടുക്കുന്ന ആ പശു ഒരു ദിവസം രാവിലെ ഇരുന്ന് ചിന്തിച്ചോണ്ടിരിക്കുക. കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആ പശുവിനെ വളർത്തുന്ന നിങ്ങൾക്ക് അതിലും വിശേഷമായ ഒരു ഗുണമുണ്ട്. അതാ ചിന്തിക്കാനുള്ള കൃപ. ഹല്ലേലൂയ. ചിന്തയ്ക്കകത്താണ് മുഴുവൻ മനുഷ്യന്റെ നിയന്ത്രണവും. നിങ്ങളുടെ മനസ്സ് മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്ന ചിന്തയില്ല. ചിന്ത മാറിയാൽ നിങ്ങൾ മാറും. ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുകയില്ല. ഇവിടെ കർത്താവ് മാറ്റുന്നത് കയ്യേയും നാക്കയും മൂക്കിനെയും ഒന്നും അല്ല. അങ്ങനെ പലരും ചിന്തിക്കുന്നത്. കർത്താവ് മാറ്റുന്നത് കയ്യെ അല്ല, കർത്താവ് മാറ്റുന്നത് കണ്ണിനെ അല്ല, കർത്താവ് മാറ്റുന്നത് ഒരു അവയവത്തെ അല്ല. ദൈവം ആത്മീയന. ആത്മാവായ ദൈവം ഇടപെടുന്നത് മനുഷ്യാത്മാവില്ല. മനുഷ്യാത്മാവിൽ ദൈവം ഇടപെടുമ്പോഴാണ് മനുഷ്യാത്മാവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ അവന്റെ ദേഹിയാകുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാനിന്ന് പ്രധാനമായി സംസാരിക്കുന്ന ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യനിലെ തൃതീയ മേഖലയിൽ ദേഹം, ദേഹി, ആത്മാവ്, ഇതിൽ ഈ ദേഹി എന്ന മേഖലയെ ബന്ധിപ്പിച്ചാണ്. ആത്മാവിന് ഒന്നും മനുഷ്യന് ചെയ്യാനില്ല. ആക്റ്റീവായിട്ട് ആത്മാവിന് ഒന്നും ചെയ്യാനില്ല. ആത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോഴാണ് ഒരാൾ മരിക്കുന്നത്. ആത്മാവ് ഒരാളിൽ ഇരിക്കുമ്പോഴാണ് അവന് ജീവനുണ്ടെന്ന് നമ്മൾ പറയുന്നത്. മരിച്ചു പോയി, ആരാ പോയേ? മരിച്ച ആളിതേ കിടക്കുന്നു. പിന്നെ ആരാ പോയേ? പോയി. ആരോ പോയി. ആരാ പോയേ? ഉറക്കെ പറ. ആത്മാവ് പോയി. സോ ആത്മാവിന് പോകാൻ കഴിയും, പക്ഷെ ആത്മാവിന് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. മനുഷ്യാത്മാവിന് നിങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവം ഒന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല. പക്ഷേ നിങ്ങൾ ഈ സ്വഭാവ രൂപാന്തരം വരുത്തുന്ന ഏക ഘടകം എന്താണെന്നറിയോ? ദേഹി. ദേഹി പറഞ്ഞേ, ദേഹി. ഈ ദേഹിക്കകത്തുള്ളതാ മനസ്സ്, വിചാരം, വികാരം,
ശാഠ്യം, കോപം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, ഇതെല്ലാം ദേഹിയോട് ബന്ധപ്പെട്ടതാ. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞ് വചനം പഠിപ്പിക്കുന്നത് ഒന്നും കൈയുടെ പ്രവൃത്തികളല്ല. അസൂയ, അസൂയ കൈയുടെ പ്രവൃത്തിയാണോ? ഹലോ, ഒന്ന് പറഞ്ഞേ, അസൂയ കൈയുടെ പ്രവൃത്തിയാണോ? ദുഷ്കാമം കൈയുടെ പ്രവൃത്തിയാണോ? കാമം അകത്ത് വരുമ്പോഴാ കാമം കയ്യിലൂടെ വെളിപ്പെട്ടെ. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്താ ഞാൻ പറഞ്ഞു വരികാൻ ആഗ്രഹിക്കുന്ന ചിന്ത? ഒരു ആത്മീയനെ കൺട്രോൾ ചെയ്യുന്നത്, ആത്മീയനെയും ജഡികനെയും ആരെയും കൺട്രോൾ ചെയ്യുന്നത് ചിന്തയാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ചിന്തയാ പ്രശ്നക്കാരൻ. ചിന്തയാ പ്രശ്നക്കാരൻ. ഈ പ്രശ്നക്കാരനെ ഇന്ന് കർത്താവ് പിടിക്കുകയാണ്. ഇവിടെയാ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. ചിന്ത എന്ന പ്രശ്നക്കാരനെ കർത്താവ് പിടിക്കുക. എങ്ങനെ 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 വായിച്ചോ? ജഡത്തിന്റെ ചിന്ത, ജഡത്തിന്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. അടുത്തത്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന്. നിങ്ങളോ, ഇവിടെ ആ പദം പ്രധാനമായിട്ട് ശ്രദ്ധ. നിങ്ങളോ, ഫോർ യു പീപ്പിൾ, നിങ്ങൾക്കൊരു വ്യത്യസ്തതയുണ്ട്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം. മാറിയത് സ്വഭാവമാ, മാറാൻ വേണ്ടി വസിച്ചത് ആത്മാവാ. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതിന്റെ മേളത്തെ വാക്ക് ഒന്നുകൂടി എടുക്ക. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ സാധിക്കത്തില്ല. ഏത്? ജഡത്തിന്റെ ചിന്ത. എന്തുകൊണ്ട് ഇത് പറയുന്നത്? 274 തലമുറ പഴയ നിയമത്തിൽ ജഡത്തിന്റെ ചിന്ത കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം തോറ്റുപോയി. ഹലോ, 274 തലമുറ ജഡത്തിന്റെ ചിന്തയുമായി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് ജയം കൊണ്ടാടാൻ പറ്റിയില്ല. തോറ്റു, പരാജയപ്പെട്ടു. എന്നിട്ട് വചനം ഇവിടെ പറയുക, അവര് പരാജയപ്പെടാൻ കാര്യം അവരിൽ ആത്മവാസമില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് അറിയത്തില്ലേ? സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ, തരണമേ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ ആത്മാവ് എന്തല്ലായിരുന്നു? ഉറക്കെ പറ. ഏതേലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വരും, കാര്യം ചെയ്ത ശേഷം പോവും. സിംഹത്തെ കയറണോ? വരും. സിംഹത്തെ കയറി കഴിയുമ്പോ പോകും. ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക വ്യക്തിയുടെ മേൽ പ്രത്യേക സമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആത്മാവ്. എന്നാൽ ഇന്ന് അങ്ങനല്ല. നിങ്ങൾക്കോ മേളിൽ പറഞ്ഞു ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. എത്ര ബാക്കി? നോക്ക്. Verse 7. വായിച്ചു. Because the carnal mind is enmity against God, for it is not subject to the law of God. It is not subject to the law of God. You may try a lot, but it is difficult to maintain a life in accordance with the law. Hallelujah. Under law there is no victorious life at all. നിയമത്തിന്റെ കീഴിൽ ജയകരമായ ഒരു ജീവിതം സാധ്യമല്ല. പറഞ്ഞാട്ടെ, നിയമത്തിന്റെ കീഴിൽ ജയകരമായ ഒരു ജീവിതം സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് എന്ത് കീഴ്പ്പെടുന്നില്ല? ജഡത്തിന്റെ ചിന്ത കീഴ്പ്പെടുന്നില്ല. വായിക്കും ജോസേട്ടാ. ജഡത്തിന്റെ ചിന്ത കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ഓക്കെ, കീഴ്പ്പെടുന്നില്ല. ഒന്നാണ് ഞാനത് കിട്ടില്ല. അത് ജഡത്തിന്റെ ചിന്ത ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ജഡത്തിന്റെ ചിന്ത ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുകയുമില്ല. ശ്രമിച്ചാൽ പോലും ഇംപോസിബിൾ. ജഡത്തിന്റെ ചിന്ത ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുകയല്ല. ന്യായപ്രമാണം മുഴുവൻ ഉള്ളിലാക്കിയാലും ജഡത്തെ ജയിക്കാൻ പറ്റുകയില്ല. ഹലോ, നിങ്ങൾ എന്നെ സൂക്ഷിച്ചു നോക്കുന്നു. റോമാലേഖന 7-ാം അധ്യായത്തിന്റെ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ച്, 19-ാം വാക്യം തോന്നുന്നു. മേ ബി റോമാലേഖന 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. Romans 7:19. ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ അത്രേ ഞാൻ പ്രവർത്തിക്കുന്നു. ഞാൻ ഇച്ഛിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നെങ്കിലും അതിനെ ചെയ്യുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഞാൻ ഇച്ഛിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നെങ്കിലും അതിനെ ഞാനല്ല ചെയ്യുന്ന എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഉള്ളം കൊണ്ട് അടുത്തത്
ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ടെന്നുള്ള ഒരു പ്രമാണം കാണുന്നു. അടുത്ത് ഉള്ളം കൊണ്ട് ഞാൻ ലിസൺ കെയർഫുള്ളി, നല്ല ശ്രദ്ധ. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് നല്ലതായിട്ട് കേൾക്കണം. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എന്റെ ഉള്ളിൽ മുഴുവൻ ന്യായപ്രമാണം ആക്കുന്നു. എന്റെ അകത്ത് മുഴുവൻ ന്യായപ്രമാണമാ. ദൈവത്തിന്റെ നിയമങ്ങൾ എന്താ? ദൈവത്തിന്റെ ന്യായപ്രമാണം അരുത് അരുത് അരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറയരുത്, അരുത് 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 എന്ന കൽപ്പന എന്റെ ഉള്ളത്തിലാക്കുന്നു. എന്റെ ഉള്ളിൽ മുഴുവൻ അരുത് അരുത് എന്ന കൽപ്പനയാണ്. എങ്കിലും ആ പദം എന്ന് പറഞ്ഞ എങ്കിലും അരുത് 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 എന്നുള്ള പ്രസംഗം ഞാൻ കേൾക്കുന്നു. എന്റെ ഉള്ളത്തിൽ ഞാൻ അതാക്കുന്നു. എങ്കിലും നിങ്ങൾ എല്ലാരും പറയുന്നില്ല എങ്കിലും ഇതൊക്കെയാണെങ്കിലും ഉള്ളിൽ മുഴുവൻ ന്യായപ്രമാണം ആക്കിയിരിക്കുന്നെങ്കിലും അകത്ത് മുഴുവൻ ദൈവത്തിന്റെ നിയമം ഉണ്ടെങ്കിലും അരുത് 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 എന്ന കൽപ്പനയും പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും ഉറക്കെ പറ എങ്കിലും ഉണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും അകത്ത് മുഴുവൻ വചനം ഉണ്ടെങ്കിലും കൽപ്പന മുഴുവൻ എനിക്കറിയാമെങ്കിലും എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. ശ്രദ്ധിച്ച് രസകരമായി വചനത്തെ കുറിച്ചുള്ള പഠനം നല്ലതായിട്ട് ശ്രദ്ധിച്ചാണ് ആ വാക്യത്തെ. നിങ്ങളുടെ ഉള്ളിലേക്ക് അത് പതിയണം. നിങ്ങൾ അതിനെ മനസ്സിലാക്കാതിരിക്കരുത്. ഇവിടെ പറയാം, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന് വരികിൽ, പക്ഷെ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയാം, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രസിക്കുന്നു. കൽപ്പന മുഴുവൻ എനിക്കറിയാം. എല്ലാ കൽപ്പനയും ഞാൻ കേട്ടിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 10 എന്റെ ഉള്ളിലുണ്ട്. മോഹിക്കരുത്, പിടിക്കരുത്, എടുക്കരുത്, രുചിക്കരുത്, നോക്കരുത്, കാണരുത്. കൽപ്പന മുഴുവൻ എന്റെ ഉള്ളിലുണ്ട്. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരടിക്കുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണും. എന്ന കൽപ്പന ഉണ്ട് എങ്കിലും എനിക്കറിയാം, ഞാൻ കേൾക്കുന്ന വചനം എന്നെ ഉറപ്പിക്കുന്നു. വചനം എന്നോട് പറയുന്നു, പാപം ചെയ്യരുത്, പാപത്തിൽ തുടരരുത്, പാപത്തിൽ ജീവിക്കരുത്, മാനസാന്തരപ്പെടണം, നോക്കരുത്, പിടിക്കരുത്, എടുക്കരുത്, കാണരുത്, നോക്കരുത്. ഇതെല്ലാം എന്നോട് വചനം പറയുന്നു. എങ്കിലും എന്റെ ഉള്ളിലുള്ള നിയമത്തോട് പോരടിക്കുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാ പ്രമാണം? പാപപ്രമാണം. ഉള്ളിൽ ന്യായപ്രമാണം, അവയവത്തിൽ പാപപ്രമാണം. ഹല്ലേലൂയ. ന്യായപ്രമാണം എന്നോട് പറയുന്നു അരുത്, പാപപ്രമാണം എന്നോട് പറയുന്നു ആകാം. ഞാൻ ഏതിന് കീഴ്പ്പെടുന്നറിയോ? ന്യായപ്രമാണം ഇരിക്കുമ്പോഴും പാപപ്രമാണത്തിന് കീഴ്പ്പെടുന്നു. അതിന്റെ തെളിവാണ് നമ്മുടെ ഫെയിലിയർ ലൈഫ്, നമ്മുടെ പരാജയപ്പെട്ട ജീവിതം. അതിന്റെ തെളിവാ. ഹലോ, ഒന്ന് മിണ്ടിക്കാമേ, ഉറക്കം മിണ്ടിക്കാമേ, ഉറക്കാമേ, വായി തുറന്ന് മിണ്ടിക്കാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമത്തിൽ ജയജീവിതം ഇല്ലാഞ്ഞത് കൽപ്പന ഇല്ലാഞ്ഞിട്ടാണെന്ന് ആരും ചിന്തിക്കരുത്. കൽപ്പന ഉണ്ടായിരുന്നു, ഇല്ലേ? ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. കൽപ്പന ഇല്ലായിരുന്നോ? കൽപ്പന ഉണ്ടായിരുന്നു. അരുത് 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 എന്ന് പറയുന്ന കൽപ്പന ഉണ്ടായിരുന്നു. പക്ഷെ കൽപ്പനയ്ക്ക് ഒത്തവണ്ണം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ജീവിക്കാൻ പറ്റുന്നില്ല. അരുത് എന്ന് കൽപ്പന പറയുമ്പോഴും അകത്തെന്ത് പറയുന്നു? ആകാം. നോക്കരുത് എന്ന് കൽപ്പന പറയുമ്പോഴും കണ്ണനോട് പറയുന്നു എന്താ? നോക്കിക്കോ. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, മോശയുടെ പ്രശ്നം ഇതായിരുന്നു. മോശയല്ലേ ഈ കൽപ്പന കൊണ്ടുവന്നേ? പുള്ളിക്കാരന്റെ പ്രശ്നം ഇതായിരുന്നു. മോശ കൊണ്ടുവന്ന കൽപ്പലകയ്ക്കകത്ത് എഴുതിയിരിക്കുന്ന കൽപ്പന കൊല ചെയ്യരുതെന്ന കൊണ്ടുവന്ന അന്ന് പുള്ളി പറഞ്ഞെന്നറിയോ? മോശയുടെ കൽപ്പലകയിലെ 6ാമത്തെ കൽപ്പന എന്താണെന്നറിയോ? കൊല ചെയ്യരുത്. കൊണ്ടുവന്ന അന്ന് മോശ പറഞ്ഞെന്നറിയോ? മറ്റു ബ്രദറെ, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ, ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ച് വീട്ടിൽ പോട്ടെ എന്നല്ല. ആണെന്നോ പെണ്ണെന്നോ അപ്പനെന്നോ അമ്മയെന്നോ നോക്കരുത്, വെട്ടിക്കൊന്നു കളയാൻ. കയ്യിലിരിക്കുന്ന കൽപ്പന പറയുന്നു കൊല ചെയ്യരുത്, പക്ഷെ അകത്തെ വികാരം പറയുന്നു കൊന്നു. ഏതിനെ കീഴ്പ്പെടുത്തി? അകത്ത് നിയമം അവിടെ ഇരുന്നപ്പോഴും അവയവത്തിലെ പാപം അതിനെന്നെ കീഴ്പ്പെടുത്തി. എന്നിട്ടാ റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ അവസാനമാക്കിയത് അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യൻ. വായിച്ചേ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ,
ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ വിടുവിക്കും. ആരും എന്നെ വിടുവിക്കും. നല്ല രസമാണ്. റോമ 7:21 മുതൽ വായിച്ചാൽ, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല ഞാൻ ചെയ്യുന്നതെങ്കിലും എന്നെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ടെന്നുള്ള ഒരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്നിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. 24-ാം വാക്യം, അയ്യോ എന്നെ ആര് വിടുവിക്കും? നിലവിളിയാ. വിടുവിക്കാൻ വേണ്ടി ആ നിയമത്തിന്റെ കീഴിലായ, പക്ഷെ നിയമത്തിന്റെ കീഴിലായിട്ടും എനിക്ക് രക്ഷ അനുഭവിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അരുത് എന്ന നിയമത്തിന്റെ കീഴിലായിട്ടും ആകാമെന്ന സ്വാഭാവിക നിയമം എന്നെ കീഴ്പ്പെടുത്തി. ഹല്ലേലൂയ. ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഇന്ന് നിങ്ങളുടെ ജീവിതമെങ്കിൽ നിങ്ങൾ നിയമത്തിന്റെ കീഴില, കൃപയുടെ കീഴിലേക്ക് വന്നിട്ടില്ല. ലിസൺ കെയർഫുള്ളി. ഇതാ ഇന്നും നിങ്ങളുടെ ജീവിതമെങ്കിൽ നിങ്ങൾ ഇതുവരെ നിയമത്തിന്റെ കീഴിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, കൃപയുടെ കീഴിലേക്ക് വന്നിട്ടില്ല. കൃപയുടെ കീഴിലുള്ള ജീവിതത്തിൽ പാപം നിങ്ങളെ അടിമപ്പെടുത്തുകയല്ല, പാപത്തെ നിങ്ങൾ അടിമപ്പെടുത്തുകയാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തായിരുന്നു അന്നത്തെ പ്രശ്നം? പലരും ചിന്തിക്കുന്ന അരുത് എന്ന പ്രസംഗം കേട്ടാൽ മനുഷ്യൻ അരുത് എന്ന് ചിന്തിക്കുന്ന. നോ, നെവർ. വെറും തെറ്റിദ്ധാരണയാണ്. ബ്രദറെ, നോക്കരുത്, കാണരുത്, പിടിക്കരുത്, രുചിക്കരുത്, എടുക്കരുത്. ഇങ്ങനത്തെ പ്രസംഗം പ്രസംഗിക്കുമ്പോഴാണ് എന്നോ പ്രസംഗമായിരുന്നു. അരുത് 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 എന്ന് ആവർത്തിച്ചു പറഞ്ഞു. എനിക്കങ്ങോട്ട് മനസ്സിലായി ഞാൻ ഒന്നും അല്ലെന്ന്. നീ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്നതല്ല യഥാർത്ഥ പ്രസംഗം. നീ യേശുക്രിസ്തുവിൽ ആരായി എന്ന് മനസ്സിലാക്കുന്നതാ യഥാർത്ഥ പ്രസംഗം. കരമടിച്ച് യേശുവിനെ സ്തുതിച്ച്. അസ്ഥികളുടെ പൊട്ടലുകൾ നേരെയാകുന്ന യേശു പറയുന്നു. അസ്ഥികളുടെ പൊട്ടലുകൾ നേരെയാകുന്ന യേശു പറയുന്നു. അസ്ഥിക്കടയിൽ ഫ്രാക്ചർ വന്ന് പൊട്ടിയ അസ്ഥികൾ ചേർന്ന് വരുന്നു എന്ന് കർത്താവ് പറയുന്നു. ഇപ്പൊ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്ന് വിശ്വസിച്ചാട്ടെ. ആ സ്ഥിതിയിലുള്ള ആരാ ഇവിടെ വന്നിരിക്കുന്നത്? അസ്ഥികൾക്കിടയിലുള്ള പൊട്ടല്, ക്രാക്ക് വീണ എല്ലുകൾ, അത് ചേർന്ന് വരുന്നത് ഞാൻ കാണുന്നു. ആ സ്ഥിതിയിലുള്ളവരൊന്ന് കരങ്ങൾ ഉയർത്തിക്കേ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഓടിവാ മോനെ, ഓടിവാ, 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 ഓടിവാടാ, ഓടിവാ. ഇന്ന് ഈ മിനിറ്റിൽ നിന്റെ കെട്ടുപൊട്ടുക. ഇപ്പം വരുമ്പോ തന്നെ എനിക്ക് കാണാൻ കഴിയുന്നു ആ കർത്താവിന്റെ ശക്തി എന്റെ വീട്ടിലേക്ക് അടിക്കുക. വിശ്വസിച്ചോ? നീ വിശ്വസിച്ചോ? ഇതെന്നാ പറ്റി? ബൈക്ക് ആക്സിഡന്റ്. കർത്താവേ, അവന്റെ കൃപ ഇന്ന് നിന്റെ മേലോട് കയറുക. അങ്ങോട്ട് വാ. സ്തോത്രം. എത്ര പൊട്ടലുണ്ട്? മുഴുവൻ പൊടിഞ്ഞു പോയി. ഇന്ന് ജീവൻ വരും, എനിക്ക് ഉറപ്പാ. രാജുബ്രദർ എങ്ങനെ വരും? ഉറപ്പാ. അവർക്ക് സംശയമില്ല. കാരണം we believe in the finished work of Jesus. നമ്മൾ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തി വിശ്വസിക്കുന്നു. ഉറപ്പിച്ചോ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ അത് ചലിക്കും കൂട്ടാ. ഇവന്റെ അസ്ഥിയെല്ലാം കൂടെ ചേരും. ഇപ്പം കണ്ടില്ല കേട്ടില്ലെന്ന് ഇനി പറയരുത് കേട്ടോ. ശക്തി അവന്റെ ശരീരത്തിലോട്ട് അടിക്കുന്ന കേട്ടോടെ. നിറയട്ടെ. ചേർന്ന് വാ. ഇവൻ കർത്താവിന്റെ മകനാ. ചേർന്ന് വാ. കഴിഞ്ഞു പൊന്നുമോനെ. കൈ പിടിക്കടാ. ഇങ്ങനെ പിടിക്ക. പൊക്കി കാണിക്ക. ഇങ്ങനെ പിടി. അഴിച്ചു ദൂരക്കളാ. അഴിയടാ മോനെ. അഴിയടാ പൊന്നുമോനെ. അഴിക്ക്. അഴി. വിരൽ അനങ്ങാതിരുന്നതാ. കാണു നിങ്ങള്. ചെയ്യ്. എന്നാ വേണേ ചെയ്യ്. തിരിക്ക്, വളക്ക്. എനിക്കിടിക്ക്. വലിച്ചിടിക്കടാ. മുഷ്ടി ഉരുട്ടി ഇടിക്കടാ. ഒരു പ്രയാസം അവിടെ ഇല്ല. ഒരു പ്രയാസം ഇല്ല. കരമൊന്നടിച്ച് യേശുവിന് മഹത്വം കൊടുത്തേ. പ്രാർത്ഥിക്കാൻ പോവാ ഇന്ന് ഒരുമിച്ച്. എനിക്ക് ഉറപ്പാ യേശുവിന്റെ മേൽ അത് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മേലും അതിപ്പോൾ വ്യാപരിക്കും. ഈ ആനന്ദ തൈലം കൊണ്ട്
യേശു നിങ്ങളെ അഭിഷേകം ചെയ്യും. ഡിപ്രഷനും മരുന്ന് കഴിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിച്ചു, നിങ്ങളിപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നു, മാനസിക അസ്വസ്ഥതകളും ഏകാന്തത ഇഷ്ടപ്പെടുത്തിയവർ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ചങ്ങല പൊട്ടിമാറട്ടെ. മാനസിക രോഗത്തിന്റെ മരുന്നുകളിലല്ല ആശ്രയം, യേശുവിന്റെ ആനന്ദ തൈലത്തിലാണ് അഭിഷേകത്തിന്റെ ആശ്രയം. ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സ്വതന്ത്രമാകേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ. വലിയ ദൈവപ്രവർത്തികളെ കർത്താവ് അയക്കുന്നു. ചങ്ങനാശ്ശേരി ടൗൺ ഹാൾ ഫില്ലായി. ബാൽക്കണിയിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് ആൾക്കാരെ ഇരുത്തേണ്ടി വന്നു. ബാൽക്കണിയും ഫില്ലാകുന്നു. കടന്നു വന്നാട്ടെ, ആ ഉണർവിൽ പങ്കാളികളായാട്ടെ. എല്ലാവരെയും ഞാൻ ചങ്ങനാശ്ശേരിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഇതേ ചാനൽ നാം വീണ്ടും കാണും വരെയും ഈ ആനന്ദം നമ്മോട് കൂടെ ഇരിക്കുവാനാണ്. ആമേൻ.